Hey everyone! ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025 ജൂലൈ ബാച്ച്, അതായത് 6th ഇൻടേക്കിൽ അഡ്മിഷൻ എടുത്ത് വിദ്യാർത്ഥികളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് നീട്ടിയിരുന്നു അല്ലേ. ഫെബ്രുവരി 1 ലാസ്റ്റ് ഡേറ്റ്, അത് ഫെബ്രുവരി 13 നീട്ടിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എല്ലാ ആളുകളും പെട്ടെന്ന് തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ്. കാരണം 1 തീയതിയൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജസുകളും കോൾസും വന്നിട്ടുണ്ടായിരുന്നു. അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞിട്ടില്ല, മിസ്സേ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇനിയിപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇഷ്യൂ ഉണ്ടാകുമോ, ലേറ്റ് ഫീ എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു നമ്മുടെ ഭാഗത്തേക്ക് ഒരുപാട് കോൾസ് ഒക്കെ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിനൊരു റെസ്പോൺസ് തരാം. കാരണം നിങ്ങൾക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ അസൈൻമെൻറ്റിനും, അതായത് ഓരോ പേപ്പറിനും ഓരോ അസൈൻമെൻറ്റിനും നിങ്ങൾക്ക് 50 രൂപ ലേറ്റ് ഫീയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ലേറ്റ് ഫീയോട് കൂടിയിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഈ 50 രൂപ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അസൈൻമെൻ്റ് ആണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സെമസ്റ്റർ കഴിയുന്നത് വരെ നിങ്ങൾക്ക് 50 രൂപീസ് എന്ത് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. ഇനിയിപ്പം ആ സെമസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നത് അസൈൻമെൻറ്റിൻ്റെ കാര്യം, അല്ലെങ്കിൽ മറ്റു പല ഇഷ്യൂസ് മൂലം നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 100 രൂപ സൂപ്പർ ഫൈനോട് കൂടിയിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, അസൈൻമെൻറ്റ് നിങ്ങൾ നിശ്ചിത തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അസൈൻമെൻറ്റിൻ്റെ ഫലം, അതായത് നിങ്ങളുടെ എക്സാമിലേക്ക് വരുന്നത് നിങ്ങളുടെ സപ്ലിമെൻ്ററി എക്സാമിനോടൊപ്പം ആയിരിക്കും. അതായത് സെമസ്റ്റർ പരീക്ഷകളിൽ നിങ്ങൾ ഈ പറയുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വരില്ല. ഇപ്പോൾ 13 തീയതിയാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്ത ആളുകൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പം എന്ത് വരും, അസൈൻമെൻറ്റിൻ്റെ റിസൾട്ടും വരും. പക്ഷേ 13 ശേഷം നിങ്ങൾ ഈ ഒരു ലേറ്റ് ഫീയോട് കൂടിയിട്ടാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നത്, നിങ്ങളുടെ അസൈൻമെൻറ്റ് റിസൾട്ട് വരുന്നത് സപ്ലിമെൻ്ററി എക്സാമിൻ്റെ ഫലത്തോട് കൂടിയിട്ടായിരിക്കും. അപ്പം മാർക്കിൽ ഒരുപാട് വ്യത്യാസം സംഭവിക്കും. അസൈൻമെൻറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെ മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഒരുപാട് പേരെ പാനിക് ആവാറുണ്ട്. അത് ഇതുകൊണ്ടാണ് നിങ്ങൾ ലേറ്റ് ഫീ ഒക്കെ അടച്ചിട്ടാണ് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ, അതായത് നിങ്ങളുടെ ടേം സെമസ്റ്റർ എക്സാമിനേഷനിൽ ഒരിക്കലും എന്ത് വരില്ല, ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ വാല്യുവേഷൻ റിസൾട്ട് ഒന്നും വരില്ല, അത് സപ്ലിമെൻ്ററിയിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് 13 എന്നുള്ളൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ എല്ലാവരും അസൈൻമെൻറ്റ് മാക്സിമം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം എഴുതി കഴിഞ്ഞ ആളുകൾ എത്രയും പെട്ടെന്ന് അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യുക. 13 വരെ വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തോളൂ. ഇനി ഇതുപോലെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.